One certificate university mark list and getting a rank come for here. And how many year bond working here? പേടൻ പാടാണ് പാടായിരിക്കും. കുഞ്ഞെ വെറുതെ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതിട്ട് ഒരു കാര്യമില്ല. എങ്ങനെയുണ്ട് അങ്കിളെ? ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കാം. ആദ്യം ഈ ഫയൽ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഫയൽ എവിടെ? ഫയൽ 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 താടേ. സർ ഇയാൾക്ക് ഭ്രാന്താണ്. എന്തൊക്കെ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇയാൾ ചോദിക്കുന്നത്? എന്റെ സർട്ടിഫിക്കറ്റ് ഇതാ, എനിക്കിവിടെ ജോലി തന്നാലും വേണ്ട. അങ്കിൾ, അടുത്തതൊരു ജാനകിയാ, അച്ഛന്റെ റെക്കമെൻഡേഷനാ. ആ കുട്ടിയോട് ഞങ്ങൾ സംസാരിച്ചോളാം. ആയിക്കോ. ആംബുലൻസിലെ സ്റ്റാൻഡേർഡ് സാധനങ്ങൾ വരുമ്പോ ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി. ഇരിക്ക്. താങ്ക് യു മാഡം. ഇനി നിങ്ങൾ നടത്തിയോ? ഞാൻ ചോദിച്ച പോലെ ഇത്തിരി കേറ്റി തന്നെ ചോദിച്ചു. രക്ഷപ്പെട്ടു സർ. ആ ഡിഗ്രിക്ക് 85% ഉണ്ടായിരുന്നല്ലേ? നൈസ്. താങ്ക് യു മാഡം. ശരി, ഞാൻ വിളിക്കാം. സാജ, ഇന്റർവ്യൂവിന് വന്നൊരു പെണ്ണ് തലയുറ്റി വീണു. നീ ഒന്ന് വന്നേ. ഒന്ന് വിളിച്ചു നോക്കി. ജാനകി, ജാനകി, ജാനകി. എന്ത് പറ്റിയടേ? തല ചുറ്റി വീണതാ. ഗർഭിണിയായിരിക്കും. കുട്ടി സിംഗിളാ? സിംഗിൾ ആണോ ഡബിൾ ആണോ എന്നൊക്കെ സ്കാൻ ചെയ്തല്ലേ പറയാൻ പറ്റൂ. ശരി ശരി, പോയേക്കാം. ഒന്ന് നോക്കിക്കോണേ. ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണെന്നാ തോന്നുന്നത്. കുറച്ച് ബുദ്ധിമുട്ടില്ലാന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ട്. എന്തെങ്കിലും നല്ലൊരു ജോലി ഇതിന് കൊടുക്കാൻ പാറുവിനോട് പറ. മാന്യമായ ശമ്പളവും. ഒരവസരം വന്നപ്പോ എൻ്റെ ബാലകൃഷ്ണന്റെ കുഞ്ഞിനെ കൈവിട്ടില്ലല്ലോ എന്നതിൽ നന്ദിയുണ്ട്. ഒത്തിരി മനസമാധാനം തോന്നുക. ഓഫീസിൽ ജെ.കെ. ബാലകൃഷ്ണനും രണ്ടല്ലായിരുന്നു, ഒന്നാ. എപ്പോഴും അങ്ങനായിരുന്നു. പക്ഷെ എന്നെ കളഞ്ഞിട്ട് അവനങ്ങ് പോയി. ബാലകൃഷ്ണന്റെ മോള് എനിക്ക് മോള് തന്നെ. ജാനകിയുടെ അച്ഛനെ പലപ്പോഴും സാമ്പത്തികമായി സഹായിക്കാൻ ജെ.കെ. നോക്കിയതാ. ഒന്നിനും വഴങ്ങിയില്ല. ഇനിയെങ്കിലും ഈ ദുരഭിമാനം കളയണം. നമ്മൾ അതുകൊണ്ട് ഒന്നും നേടില്ല. പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു നല്ല ചീത്ത സ്വഭാവ. സരസ്വതിയെ എന്താ നോക്കി നിൽക്കണേ? ചായ എടുക്കാൻ. എന്താ എല്ലാവർക്കും ഒരു പരിങ്ങല്? മുത്തച്ഛ, ചായ ഇടണമെങ്കിൽ പാലും പഞ്ചസാരവും തേയിലയും വെള്ളവും ഒക്കെ വേണ്ടേ? അതിനിവിടെ വെള്ളം മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ചായ ഇടുന്നേ? ആ വണ്ടിയുടെ പൊടി പോലും ഇല്ലല്ലോ. എന്നും ഇവിടെ വന്നിങ്ങനെ നോക്കണമെന്ന് നേർച്ച വല്ല ഉണ്ടോ? അതാണ് തിണ്ടി എനിക്കും ചോദിക്കാനുള്ളത്. ഇവിടെ തന്നെ കൊണ്ടുവന്ന് വയ്ക്കണമെന്ന് വല്ല നേർച്ചയുണ്ടായിരുന്നു? നിനക്കല്ലാത്ത നിർബന്ധം ആ ടാക്സി ഇടുക്കി തന്നെ കൊണ്ടുവന്ന് വെക്കണം. എന്തുണ്ടത്? വിട്, കൊച്ചു പിള്ളേരെ അബദ്ധം ചെയ്തത് നമ്മൾ 3 പേരുടെ തന്നെയാണ്. ഇനി അതങ്ങനെ തിരിച്ചു പിടിക്കാനുള്ള വഴി ആലോചിക്കും. അതെ, അതാണ് അത്. ശരി. അയ്യോ, എത്ര നന്നായിട്ട് നടത്തിയ ഓപ്പറേഷൻ ആടായത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? എടാ ചാക്കോ, നീ ഇങ്ങനെ ഒപ്പാരിയിടാതെ ആ ടാക്സി എവിടെയെന്ന് കണ്ടുപിടിച്ച എല്ലാം ശുഭം. നീ ഇങ്ങനെ ചടഞ്ഞിരുന്ന കഴിഞ്ഞേറ്റെ. എടാ പൊക്കടാ. എന്താടാ മലദൈവോ? അതിന്റെ അച്ഛൻ ആ കാറിന്റെ ഡിക്കിയിൽ വെച്ചതിന് പകരം ഇവന്റെ കൊടവയറ് കീറി ഇതിനുള്ളിൽ വെച്ചാൽ മതിയായിരുന്നു. അതിനേക്കാൾ സുരക്ഷിത് ഇവിടെ ഉണ്ടായിരുന്നു. ചിരിച്ചോ. ഈ ഡിക്കി കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടല്ലോ. എന്നേക്കാ വലിയൊരു ഡിക്കി. ഞാൻ കുട്ടൻപിള്ള സാറ്. കുട്ടൻപിള്ള. കുട്ടൻപിള്ള എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. കുഞ്ഞുകുട്ടി മുതൽ പടുകിഴവൻ വരെ കുട്ടൻപിള്ള സാറിനെ വിളിക്കൂ. കുട്ടൻപിള്ള സാർ എന്താ ഇരുട്ടത്ത്? ഒന്ന് ഒളിച്ചിരിക്കാമെന്നതാ. അതുകൊണ്ടല്ലേ നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞത്. ഇതാലൻ, ചാക്കോ, വെങ്കടേഷ്. പേടിക്കണ്ട, ഞാനും നിങ്ങളെപ്പോലൊരു സാധാരണ മനുഷ്യൻ തന്നെയാ. എനിക്കും കുറെ പണം നഷ്ടപ്പെട്ടു. ഒരു വ്യത്യാസമുണ്ട്, എനിക്ക് പോയത് സ്വന്തം പണവും നിങ്ങൾക്ക് പോയത് കട്ടതും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ രാത്രിയിലെ യാത്രക്കാരെ, മര്യാദയ്ക്ക് നടക്കുന്നവരല്ല, നിങ്ങളെപ്പോലെ ഒളിച്ചും പതുങ്ങി നടക്കുന്നവരെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പണവും എനിക്ക് എൻ്റെ പണവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. KL 1A 999 സ്കോർപിയോ
അതല്ലേ വണ്ടി? കയറി പോയിക്കോളൂ. അങ്ങേര് മാഞ്ഞുപോയി. ഇത് കുട്ടമ്പിള്ള സാറൊന്നുമല്ല, ഇത് സേതുരാമയ്യറ, CBI. ആ നിങ്ങളൊന്ന് കണ്ടില്ലേ? ആ സൈറ്റ് തന്നെയാ. ആ അത് തന്നെ. ഞാൻ സാധനം കൊടുക്കാം. ഡാ ആ ഹോട്ടൽ പ്രൊജക്ടിന്റെ സ്ഥലം കണ്ടില്ലേ? അവരാ. ഓ ആ സാജന, തീർച്ചയായിട്ടും സ്കെച്ചും പ്ലാനും കൊടുത്തേക്കണം. ഓ ശരി. ഞാൻ നമ്മുടെ ടോട്ടൽ 3 months വർക്കും പ്രോഗ്രസ്സും നോക്കുമായിരുന്നു. ആൻഡ് ഇറ്റ്സ് റിയലി എ മിറക്കിൾ അച്ചീവ്മെന്റ്. സാജന് കിട്ടിയ പണത്തിൽ നിന്നും നമ്മൾ എടുത്തത് എത്രയാ? 50. എത്രയാ? 50. ആ വേണമെങ്കിൽ ആ 50 അടുത്ത മാസം തിരിച്ചു വെക്കാം. ഞാൻ ആലോചിക്കുന്നത് തിരിച്ചാ. ബാക്കിയും കൂടി ഇവിടെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്താലോ? ഓക്കെ, അത് വേണ്ട അത് വേണ്ട, ഞാൻ എല്ലാം കേട്ടതാ. പാറു പറഞ്ഞാ ശരി. ഡാ നമ്മളിപ്പോ 100 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ചുമ്മാ ഇടയ്ക്ക് ഒരു ബ്രേക്ക് കൂട്ടാൻ നോക്കോ? സ്പീഡ് ഒന്ന് കുറച്ച് സൂക്ഷിച്ച് ഓടിച്ചു നോക്ക്. ഇടയ്ക്ക് ബ്രേക്ക് ചവിട്ടേണ്ടി വരത്തേ ഇല്ല. തുടങ്ങി രണ്ടും കൂടി. സാജൻ പറഞ്ഞതാ ഒരർത്ഥത്തിൽ ശരി. റിസ്ക് മുഴുവൻ എടുത്തിരിക്കുന്നത് അവരാണല്ലോ. മേ ഐ കം ഇൻ? യെസ് കം ഇൻ. സർ, ഒരു 6 ഏക്കർ പാഡി ഫീൽഡിന്റെ പാർട്ടി വന്നിരുന്നല്ലോ, അതെന്തായി? അവർ വിളിച്ചിരുന്നോ? സർ അവരെന്നെ വിളിച്ചോണ്ടിരിക്കുക. ഞാനൊരു ലേശം വെയിറ്റിട്ട് നിൽക്കാണ് സർ. ആ ടീം അത്ര ജെനുവിൻ അല്ല. എൻ്റെ വീടിൻ്റെ ഏകദേശം അടുത്താണ് ഈ സ്ഥലം. ഞാൻ അന്വേഷിച്ചു, പിന്നെ അതിലൊരു മൈനറും. എനിക്കെന്തോ ആ ഡീല് വേണ്ടെന്നാണ് തോന്നുന്നത്. ജാനകിയുടെ ജഡ്ജ്മെന്റ് അങ്ങനെ തെറ്റാറില്ല. അങ്ങനെയാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാം അല്ലേ? ആലോചിച്ച തീരുമാനം പറഞ്ഞാൽ മതി, ഞാൻ അറിയിച്ചേക്കാം. എത്ര പെട്ടെന്നായി പെണ്ണ് റിയൽ എസ്റ്റേറ്റ് പണി പഠിച്ചത്. ജീവിതത്തിൽ വിശപ്പ് പതിവായാലേ ആരും എന്തും പഠിക്കും. ആജൻ കുറച്ച് മനസാക്ഷിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ അവന്റെ പേര് പറയരുതെന്നാ പറഞ്ഞേക്കുന്നത്. അറിഞ്ഞാ കൊല്ലും. അങ്ങനെ ചാടിക്കേറി സഹായിച്ചാ അത് വേറെ അർത്ഥത്തിൽ എടുക്കുമെന്ന് അവന്റെ വിചാരം. അച്ഛാ, 25,000 രൂപ കമ്പനിയിൽ സാങ്ഷൻ ആയിട്ടുണ്ട്. 25,000 രൂപ ഞാനും കൊടുക്കാന്ന് കരുതി. അങ്ങനെയാവുമ്പോ 2 മാസത്തെ പലിശയാവുമല്ലോ. എന്ത് പറയുന്നു? ജികെയുടെ കാശ് പോയി. എന്റെ മോളുടെ മനസ്സ് എത്ര നല്ലതാണെന്ന് നോക്കി. എന്റെ മോളെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. യു ആർ ഗ്രേറ്റഡാ. താങ്ക് യു അച്ഛാ. സോ സ്വീറ്റ്. അച്ഛാ, ഒരു 25,000 എന്റെ അക്കൗണ്ടിൽ ഇട്ടേക്കണേ. ഞാൻ എപ്പോഴേ വിചാരിച്ചതാ. ഏത് അക്കൗണ്ടിൽ ഇടുന്ന അച്ഛാ? എടേ, ആ ഇന്നോവ ഞാൻ ഒതുക്കി. 2007 മോഡല്, 1 ലക്ഷം കിലോമീറ്റർ ഓടി, 7.5 ലക്ഷം രൂപ. ഓക്കെ അല്ലേ? ഡേ തന്തെ ഒന്ന് ഇരിക്കാൻ പറയടേ ഓഫീസറെ. അച്ഛൻ എന്റെ മുമ്പിൽ ഇരിക്കണമെങ്കിൽ ഞാൻ പറയണോ? കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കി നടത്തിയാൽ മതി. അലമ്പാക്കരുത്, അത്രേ ഉള്ളൂ. ഞാൻ അലമ്പാക്കൂല, പക്ഷെ ഇവിടെ ചില അലമ്പുകളുണ്ട്. ഡേ ആ പെണ്ണില്ലേ ജാനകി, ഞാൻ രാവിലെ നോക്കുമ്പോ അവള് നിന്റെ ഡോറിന്റെ വെളിയിൽ നിന്ന് തൊഴുന്നു, ഈ അമ്പലത്തിലൊക്കെ തൊഴുന്ന പോലെ. ഡേ ആ കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡേ എനിക്കറിയില്ല. ഒന്ന് ശ്രദ്ധിച്ചോണേ. നേരത്തെ പറഞ്ഞ അലമ്പ് അതുണ്ടാവാതെ. എന്താ? കയ്യിലിരിക്കുന്ന ഫയലോട് വെച്ചിട്ട് പൊക്കോളൂ. ഓ ഫയലില്ലല്ലേ? എന്നാ പിന്നെ ഇപ്പൊ പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒരു ഫയലുമായിട്ട് വന്നോളൂ. താങ്ക്സ് സർ. ഇക്കാലത്തൊരു മനുഷ്യന് ചെയ്യാത്ത സഹായ സാർ ചെയ്തത്. 50,000 രൂപ ഒരുമിച്ച് കൊടുത്തപ്പോ അവരൊന്ന് അടങ്ങി. ഞാൻ ചോദിക്കാതെ തന്നെ എന്നെ സഹായിച്ച സാർ എന്റെ ദൈവമാണ്. അയ്യോ, എനിക്കിതൊന്നും കേൾക്കുന്ന ഇഷ്ടമല്ല. താനൊന്ന് പോവോ? സാർ ഞാൻ ബാക്കി പിന്നെ പറയാം. ഒന്ന് വരുമോ? എന്താ അത്യാവശ്യം? അവളല്ലേ ആ പന്ന പാർവതി, അവള് പരിച്ച പണിയണ്ട. അവള് പറഞ്ഞിരിക്കുന്നു ജാനകിയുടെ അടുത്ത് ആ കാശ് കൊടുത്തത് ഞാനാന്ന്. നമ്മൾ അവളോട് പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ? മാത്രോ? 25,000 അല്ലേ കൊടുക്കാൻ പറഞ്ഞത്? അവള് കയറി 50,000 കൊടുത്തിരിക്കുന്നു. 25,000 മാത്രമേ ഓഫീസിൽ നിന്ന് കൊടുത്തുള്ളൂ. അത് ഞാൻ ചോദിക്കടാ. ആ പെണ്ണിപ്പൊ വന്ന് ഞാൻ ദൈവമാണ് അതാണ് ഇതാണ് ഒരുമാതിരി പൈങ്കിളി ഡയലോഗ്. അവളെവിടെ? ആ പർവ്വതം കയ്യോടെ കിട്ടിയാലേ 2 പറയാൻ പറ്റൂ. അത് ഞാൻ പറഞ്ഞോളാം. നീ പറഞ്ഞ ഡോസ് കൂടി പോവും, പിന്നെ കരച്ചിലും പിടിച്ചിലാവും.
കൂൾ ഡൗൺ മോനെ. നിന്നെ ജാനകി കയറി പ്രേമിക്കുന്ന പേടിച്ചിട്ടാണോ? പോടാ പോലെ ഒരു സൈക്യാട്രിസ്റ്റ് വന്നിരിക്കുന്നു. ഡാ 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 പേടിച്ചു പോയോ? ഞാൻ കുട്ടമ്പിള്ള സാറ്. ഇത് കുട്ടമ്പിള്ള സാറിന്റെ കാറാണോ? ആ, അയ്യോ അല്ല. എന്നാ സാർ ഒന്നിറങ്ങി എനിക്ക് പോവായിരുന്നു. വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം. മനുഷ്യനോട് വട്ട് പിടിച്ചിരിക്കുമ്പോൾ അയാളുടെ ഒരു വട്ട് പിടിച്ചിരിക്കുന്ന ആളിന്റെ വട്ടൊന്ന് മൂപ്പിക്കുക എന്റെ ഒരു വിനോദമാണ്. ഞാനൊന്ന് വിനോദിക്കട്ടെ. വിവേക്, സണ്ണി, അച്ഛാ. ഓ, സണ്ണി അച്ഛൻ ഈ പള്ളിയിലെ വികാരിയാണോ? എന്താണ് മക്കളെ? ദേ എന്റെ കാറിൽ ഒരു വിചിത്ര ജീവി, ഒന്ന് പിടിച്ചിറക്ക്. എവിടെ? പിടിച്ചിറക്കിയൊന്നും വേണ്ട. ബാറ്ററിക്ക് ഇപ്പോഴും നല്ല ചാർജ് ഉണ്ട്. പഴയ ബാറ്ററി അല്ലേ മക്കളെ? ഇനി ചാർജ് കുറഞ്ഞാൽ അപ്പൊ പുതിയ ബാറ്ററി എടുത്തിടും. നിങ്ങളാരാ അത് പറയാ ആദ്യം. വെപ്രാളം കണ്ടിട്ട് സാജന്റെ അച്ഛനാണെന്ന് തോന്നുന്നു. വാസൂട്ടി എന്നാണ് പേരെങ്കിൽ അത് നന്നായിട്ട് ചേരും. എന്നാല് പേരിനും രൂപത്തിനും ചേരാത്ത ചില സ്വഭാവങ്ങൾ കൂടെ കയ്യിലുണ്ട്. അത് കാണിക്കണ്ടെങ്കിൽ വന്ന കാര്യം പറ. ഞാനൊരു ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുക, പുത്തൻ പണക്കാരുടെ. ആ ലിസ്റ്റിൽ ഏറ്റവും മുമ്പില് വാസൂട്ടിയേട്ടൻ്റെ മകൻ സാജന. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് ഒരു കുറ്റാന്വേഷണം നടത്തിയിട്ട് പോകാമെന്ന് കരുതി. പക്ഷേ നിങ്ങൾ ആരും സഹകരിക്കുന്നില്ല. എന്നാ ഞാൻ വിട്ടോട്ടെ. ബാറ്ററി വീക്കായില്ലെങ്കിൽ വീണ്ടും വരാം. അല്ല, വരേണ്ടി വരും, കാണേണ്ടിയും വരും. ഞാനും പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളതാ. ഇവിടെ നട ഈ പണം വല്ല കള്ളനോട്ടടിയായിട്ടാണോ?